ഹായ് ഫ്രണ്ട്സ്, മൈ മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ സ്വന്തം ആലപ്പുഴ വരെ വന്ന ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആലപ്പുഴ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ കടയിൽ വരെ വന്നതാണ്. കട കയറിയ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. എടുക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട് ഗൈസ്. എൻ്റെ കണ്ണിന് നല്ല വേദനയായിരുന്നു, വലത്തെ കണ്ണിന് ഇന്നലെ വൈകുന്നേരം തൊട്ട്. എന്താണെന്നറിയത്തില്ല, വൈകുന്നേരം ആയപ്പോൾ എന്തോ കണ്ണിലിങ്ങനെ വീഴുന്നത് പോലെ മണ്ണിൻ്റെ ഒരു ഇത് തോന്നി, കരട് കൂട്ട്. പിന്നെ കണ്ണ് ഞാനിട്ട് തിരുമ്പി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ രാത്രി വേദനയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടി ഇരുന്ന് കാറ്റടിച്ചപ്പോഴത്തേക്കും പിന്നെയും കണ്ണിന് നല്ല വേദന. അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു, കണ്ണുവേദന ആയതുകൊണ്ട്. അത് കാരണം ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ അവിടെ കടയിലൊക്കെ കയറി നമ്മളുടെ കാര്യമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും കടയുടെ വാതൊക്കെ ഇങ്ങനെ നല്ല വ്യൂ ഒക്കെ കണ്ടപ്പോഴത്തേക്കും അന്ന് ആ വീഡിയോ ഒന്ന് എടുത്തേക്കാമെന്ന് വെച്ച് എടുത്തൊരു കൊച്ചൊരു വീഡിയോ ആണ് ഇന്ന് ഇതിൽ കാണിക്കുന്നത്. നമ്മുടെ ആലപ്പുഴ, പിന്നെ ഇത് നമ്മുടെ ആലപ്പുഴ ബോട്ട് ജെട്ടി റോഡാണ്. അപ്പോൾ ആലപ്പുഴ ബോട്ട് ജെട്ടി റോഡിൻ്റെ അവിടെ ഇങ്ങനെ എന്നാ കുറേ ബോട്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ടു. ബോട്ടിൽ കയറണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ആ ആഗ്രഹം സാധിച്ചില്ല. അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ വായി നോക്കി നിന്നു. കുറച്ച് നേരം അങ്ങനെ അവിടെയൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ തിരിച്ച് പോരാനായിട്ട് ഒരുങ്ങി. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് കടയിലോ കാര്യങ്ങളിലോ ഒന്നും കയറിയില്ല. കയറാതിരിക്കാനായിട്ട് കാരണമുണ്ട് ഗൈസ്. എനിക്ക് നല്ല കണ്ണുവേദനയായിരുന്നു. കണ്ണുവേദന ആയത് കാരണം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കടയിൽ കയറാനോ വീഡിയോ എടുക്കാനോ ഒന്നും കാണാനോ ഒന്നും ഉള്ളൊരു മൂഡില്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങ് പോന്നു. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് കടയിൽ നിന്ന് ഒരു ബലൂൺ കിട്ടിയിട്ട് അത് താഴെ കളയും ഞാൻ എടുത്തു കൊടുക്കും. അത് തന്നെയായിരുന്നു എൻ്റെ ജോലി. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് വണ്ടിയിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് കാറ്റത്ത് പറന്നുപോയി. അതിന് അവൾ കുറച്ച് നേരം കിടന്ന് കരഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി കുഞ്ഞാറ്റ ആ ബലൂൺ പോയതിൻ്റെ കരച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത കരച്ചിൽ തുടങ്ങി. ഞങ്ങൾക്ക് ചായ വേണം, ജ്യൂസ് വേണം, ലേസ് വേണം, അങ്ങനെ പലവിധമായ ആവശ്യങ്ങൾ പറഞ്ഞ് കരയാൻ തുടങ്ങി. വരുന്ന വഴി കണ്ണിൽ കണ്ട കടയിലെ എല്ലാ സാധനങ്ങളും അത് വേണം ഇത് വേണം അവിടെ കയറാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുവിധം സമാധാനിച്ച മോനെ അപ്പുറ കടയിൽ കയറാം എന്ന് പറഞ്ഞ് മനന്തയുടെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ എനിക്ക് കണ്ണിന് നല്ല വേദന ആയതുകൊണ്ട് അവളുടെ ഈ ആവശ്യങ്ങളൊന്നും ഞാൻ പ്രോത്സാഹിപ്പിച്ച് കൊടുത്തില്ല. അല്ലെങ്കിൽ ഞാനും കൂടെ പ്രോത്സാഹിപ്പിച്ച് കൊടുത്ത് കടയിലൊക്കെ കയറിയത്. പക്ഷെ എനിക്ക് വയ്യായിരുന്നു ഗൈസ്, നല്ല കണ്ണിന് വേദന ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചുമ്മാതെ കടയിലൊക്കെ കയറി തേണ്ടി തിരിഞ്ഞൊക്കെ വന്നേനെ ഞാൻ. പക്ഷെ എനിക്ക് തീരെ വയ്യാത്ത കാരണം ഞാനും കുഞ്ഞാറ്റെ മോനെ അപ്പുറ കടയിൽ കയറാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങ് പോകുന്നു. പിന്നെ പോകുന്ന വഴി അവൾക്ക് വെള്ളം വേണമെന്ന് വഴക്കിട്ട് അവസാനം നമ്മളൊരു കടയിൽ കയറാം എന്നൊക്കെ വിചാരിച്ച്. നമ്മളുടെ ആലപ്പുഴ ടൗണിൻ്റെ കാര്യം പറയാനുണ്ടല്ലോ, ഫുഡിനാണേലും അല്ലാതെ ബോട്ടിങ് കാര്യങ്ങൾ അങ്ങനെ കടകളൊക്കെ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കണ്ണിന് വയ്യാത്ത കാരണം ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല. നമുക്കിനി ഒരു ദിവസം പ്രത്യേകമായിട്ട് അതിനൊക്കെ പോയി വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ മനന്തേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ സമാധാനപ്പെട്ടേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് കണ്ണിന് നല്ല വേദനയായിരുന്നു. പിന്നെ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് തിരിച്ച് കരുവാറ്റയിലോട്ട് വരുവാണ്. കരുവാറ്റയിലോട്ട് ആലപ്പുഴയിൽ നിന്ന് വരുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റേ ST കോളേജ്, റിലയൻസ് മാള് അതൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഒന്നും നമ്മൾ കയറിയില്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു പോകുന്നു. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയിട്ട് കുഞ്ഞാറ്റയ്ക്ക് ജ്യൂസ് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കുഞ്ഞാറ്റയ്ക്ക് ഒരു പൈനാപ്പിൾ, അവിടെ അനാറിൻ്റെ ജ്യൂസ് വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഒരു പൈനാപ്പിൾ ജ്യൂസും 2 ബർഗറും മനന്തയുടെ ചായയും വാങ്ങിച്ചു. ഞാൻ പിന്നെ ഒന്നും വാങ്ങിച്ചില്ല. കുഞ്ഞാറ്റ ജ്യൂസ് മുഴുവൻ കുടിക്കത്തില്ല, അവളത് ബാക്കി വെക്കും, അത്രയൊന്നും അവൾ കുടിക്കത്തില്ല. അപ്പോൾ അത് വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ, അവൾ കുടിച്ചതിൻ്റെ ബാക്കി ഞാൻ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്നും ഓർഡർ ചെയ്തില്ല. ഞാനൊരു ബർഗർ മാത്രമേ. പാവം കുഞ്ഞാറ്റയ്ക്ക് ദാഹിച്ചിട്ട് വയ്യായിരുന്നെന്ന് തോന്നുന്നു. കുഞ്ഞാറ്റ എന്തായാലും ജ്യൂസൊക്കെ ഞാൻ പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും വേണ്ട, ഞാൻ തന്നെ കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് തന്നെ ജ്യൂസൊക്കെ കുടിച്ചു. അവൾ പക്ഷേ ബർഗറൊന്നും കഴിച്ചില്ല, ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ. ഇത് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള റോഡ് സൈഡിലെ ഒരു കടയാണ്. ഈ കട ജ്യൂസും ഇങ്ങനെയുള്ളത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെ ആയിട്ട് ഇവരുടെ തന്നെ ചെറിയൊരു ഹോട്ടൽ പോലെ ഉണ്ട്. അവിടെ ബിരിയാണി 3 ഒക്കെ കിട്ടും. കടയുടെ പേരെന്തുവാന്ന് സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയില്ല, എനിക്കറിയത്തുള്ളൂ. കൊച്ചൊരു വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു പറ. ടാറ്റ ബൈ ബൈ, സി യു പറ. ടാറ്റ ബൈ ബൈ, സി യു. ഓക്കെ, താങ്ക് യു.